ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് ഡിസ്കസ് ചെയ്തു. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രൊസീജിയേഴ്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. ഇപ്പോൾ പ്രോസസ് കോസ്റ്റിംഗ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്താണ്, സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊസീജിയേഴ്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. ഫസ്റ്റ്, സെപ്പറേറ്റ് പ്രോസസ് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ഫോർ ഈച്ച് പ്രോസസ്. നമ്മൾ ആദ്യം ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ്? ഈച്ച് പ്രോസസ്സിനും ഓരോ പ്രോസസ്സിനും എന്ത് ചെയ്യണം? സെപ്പറേറ്റ് പ്രോസസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അതായത് ഒരു കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 4 പ്രോസസ്സുകൾ വേണ്ടി വന്നു. അപ്പം 4 പ്രോസസ്സ് ഉണ്ടെങ്കിൽ ആ ഓരോ പ്രോസസ്സിനും എന്ത് ചെയ്യണം? ഓരോ സെപ്പറേറ്റ് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ 4 പ്രോസസ്സ് ഉണ്ടെങ്കിൽ പ്രോസസ് 1 അക്കൗണ്ട്, പ്രോസസ് 2 അക്കൗണ്ട്, പ്രോസസ് 3 അക്കൗണ്ട്, പ്രോസസ് 4 അക്കൗണ്ട് എന്നിട്ട് 4 സെപ്പറേറ്റ് പ്രോസസ് അക്കൗണ്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എത്ര പ്രോസസ്സുകളുണ്ടോ അതിനൊക്കെ കൃത്യമായിട്ടുള്ള പ്രോസസ് അക്കൗണ്ടുകളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം, ഓപ്പൺ ചെയ്തിരിക്കണം. Second, besides particular column, 2 columns are provided on both sides of the process account: units, quantity and amount in rupees. അതായത് രണ്ടാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓരോ പ്രോസസ് അക്കൗണ്ടിനും 2 ബോത്ത് സൈഡ്സ് ഉണ്ടായിരിക്കും, 2 സൈഡുകൾ ഉണ്ടായിരിക്കും. ആ 2 സൈഡിലും ഒരു പെർട്ടിക്കുലർ കോളം, 2 കോളംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കോളം അതേപോലെ തന്നെ 2 എക്സ്ട്രാ 2 കോളംസ് ഉണ്ടായിരിക്കും എല്ലാ സൈഡിലും. ബോത്ത് സൈഡ്സ് എന്ന് പറയുമ്പോൾ 2 സൈഡുകളിലും ഒരു പെർട്ടിക്കുലർ കോളം ഉണ്ടാവും, എക്സ്ട്രാ 2 കോളംസ് ഉണ്ടായിരിക്കും. ആ എക്സ്ട്രാ 2 കോളംസ് ആണ് പറയുന്നത്. ഒന്ന് യൂണിറ്റ്സ് റെക്കോർഡ് ചെയ്യാനുള്ളതാണ്, രണ്ടാമത്തത് എമൗണ്ട്സ് റെക്കോർഡ് ചെയ്യാനുള്ളതാണ്. അതായത് നമ്മൾ പെർട്ടിക്കുലർ കോളം ഉണ്ടാവും, പിന്നെ യൂണിറ്റ്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി റെക്കോർഡ് ചെയ്യാനുള്ള കോളം ഉണ്ടാവും, പിന്നെ എമൗണ്ട്സ് ഇൻ റുപ്പീസ് റെക്കോർഡ് ചെയ്യാനുള്ള കോളം ഉണ്ടാവും. അപ്പോൾ 3 കോളംസ് ആണ് 2 സൈഡിലും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ്, ഓൾ ദി എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ് ഇൻ ദി റെസ്പെക്റ്റീവ് പ്രോസസ് അക്കൗണ്ട്. അതായത് നമുക്ക് ഉണ്ടാകുന്ന പ്രോസസ് കോസ്റ്റിങ്ങിൽ ഉണ്ടാകുന്ന എല്ലാ എക്സ്പെൻസുകളും നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രോസസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. അതായത് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കുള്ള എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. അതായത് പ്രോസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. നെക്സ്റ്റ്, വേസ്റ്റേജ്, സെയിൽ ഓഫ് സ്ക്രാപ്പ്, ബൈ പ്രൊഡക്ട്സ് എക്സെട്ര ആർ റെക്കോർഡഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പ്രോസസ് അക്കൗണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്? എല്ലാ എക്സ്പെൻസുകളും ഒരു കമ്പനിയിൽ പ്രോസസ്സിന് വേണ്ടിയിട്ടുണ്ടാകുന്ന എല്ലാ എക്സ്പെൻസുകളും നമ്മൾ എന്ത് ചെയ്യും? പ്രോസസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. നെക്സ്റ്റ് വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റേജ്, സെയിൽ ഓഫ് സ്ക്രാപ്പ്, ബൈ പ്രൊഡക്ട്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളത് ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുക. പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. വേസ്റ്റേജ്, സെയിൽ ഓഫ് സ്ക്രാപ്പ്, ബൈ പ്രൊഡക്ട്സ് എന്നിങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. എല്ലാ എക്സ്പെൻസുകളും നമ്മൾ പ്രോസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. നെക്സ്റ്റ്, ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഷോസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ റുപ്പീസ് ആൻഡ് ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോസസ് വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി നെക്സ്റ്റ് പ്രോസസ്. അതായത് നമുക്ക് എന്ത് കിട്ടും? ഡെബിറ്റ് സൈഡിൻ്റെയും ക്രെഡിറ്റ് സൈഡിൻ്റെയും ഡിഫറൻസ് കിട്ടും. അതായത് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ടോട്ടൽ ചെയ്തു, ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്തു. അപ്പോൾ നമുക്കത് രണ്ടും തമ്മിൽ ഡിഫറൻസ് കിട്ടും. ആ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിൽ റുപ്പീസിൽ റെക്കോർഡ് ചെയ്യും, ഔട്ട്പുട്ട് ആണെങ്കിൽ ക്വാണ്ടിറ്റിയിൽ റെക്കോർഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കിട്ടും, അതേപോലെ തന്നെ ഔട്ട്പുട്ടും കിട്ടും. ആ ഔട്ട്പുട്ടും അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഒന്നാമത്തെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ഔട്ട്പുട്ടും നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് പ്രോസസ് 2 ആണെങ്കിൽ പ്രോസസ് 2ൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കിട്ടിയിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും അതേപോലെ തന്നെ ഔട്ട്പുട്ടും കാണിക്കും. നെക്സ്റ്റ് പോയിന്റ്, the cost per unit in every process is calculated by dividing the net cost by the output. അതായത് നമുക്ക് ഓരോ പ്രോസസ്സ് അവസാനിക്കുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോസ്റ്റ് പെർ യൂണിറ്റ് കാണണം. ഓരോ പ്രോസസ്സിലുണ്ടാകുന്ന കോസ്റ്റ് പെർ യൂണിറ്റ് കാണണം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയാണ്? അതായത് നെറ്റ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് കോസ്റ്റ്, അതായത് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ എന്താണ്? ഔട്ട്പുട്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ്, ദി ഔട്ട്പുട്ട് ഓഫ് ലാസ്റ്റ് പ്രോസസ് കോസ്റ്റ് ആൻഡ് ക്വാണ്ടിറ്റി ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. അതായത് നമ്മൾ പറയാണ് 4 പ്രോസസ്സാണ് ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ 4ാമത്തെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് അത് മാറുകയാണ്.
അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഔട്ട്പുട്ട്, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, നമ്മളെ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ലാസ്റ്റ് പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഔട്ട്പുട്ട് നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. നെക്സ്റ്റ്, ഇൻകംപ്ലീറ്റഡ് യൂണിറ്റ്സ് ഓർ വർക്ക് ഇൻ പ്രോഗ്രസ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് പീരീഡ് ഇൻ എവറി പ്രോസസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടേംസ് ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്. അതായത് നമുക്കറിയാം പ്രോസസ് അക്കൗണ്ട് ആകുമ്പോൾ അവിടെ എന്തുണ്ടാവും, വർക്ക് കംപ്ലീറ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ടാവാം. അതായത് ഇൻകംപ്ലീറ്റഡ് യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്താ പറയുക, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുക. വർക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇൻകംപ്ലീറ്റഡ് യൂണിറ്റ്സ് ആണ്. അത്തരത്തിലുള്ള വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റഡ് യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, എൻഡ് ഓഫ് ഈച്ച് പീരീഡിൽ നമ്മൾ ഓരോ പ്രോസസ്സിനെയും നമ്മൾ കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് നടക്കുമ്പോൾ കുറച്ച് ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ ഓരോ ഈച്ച് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും.